കേരളത്തിൽ ഈ സർക്കാർ 1000 ദിവസം പൂർത്തിയാക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം വിഷയമാണല്ലോ. എങ്ങനെയാണ് താങ്കൾ ആ ഭരണത്തെ വിലയിരുത്തുന്നത്? എന്ത് ഭരണമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? ആക്രമണം സംഭവിച്ചിട്ടുണ്ട്, വളർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ കാണുന്നത് ഏത് മേഖലയാണ് നന്നായിരിക്കുന്നത്? എല്ലാം അവർ കുറ്റമാണെന്ന് പറയാൻ സാധിക്കില്ല. ഓഖി ദുരന്തം വന്നു, ഇവിടെ പ്രളയം വന്നു, പിന്നെ നമ്മളുടെ സെൻട്രൽ കേരളത്തിൽ, അതുകൊണ്ട് ടൂറിസമിനെ ബാധിച്ചു, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എല്ലാം പിന്നെ സർക്കാരിന് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ ആരുടെ തെറ്റായാലും അവരുടെ ഉത്തരവാദിത്വം. പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? അല്ല, എനിക്ക് അദ്ദേഹത്തിന് നല്ല ബഹുമാനമുണ്ട്. നമ്മളുടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഞാനൊരു റെസ്പെക്റ്റബിൾ വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ റിസൾട്ട് കാണിക്കേണ്ട ഒരു സർക്കാർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? അവർ ഓരോരോ പരസ്യം മറക്കുന്നുണ്ട്. അത് മോദിയിൽ നിന്ന് പഠിച്ചൊരു സ്വഭാവം CPM-കാർ ചെയ്യണം നമുക്ക് ചെറു തോന്നും. കാരണം ഈ പരസ്യം മറയ്ക്കാനും യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയുമല്ലോ അവരുടെ ജീവിതത്തിൽ. ഞാനെപ്പോഴും BJP-കാരോട് ഇതാണ് ചോദിക്കുന്നത്, ആരെങ്കിലും ജീവിതത്തിൽ അക്ഷയദിനം വന്നു? നിങ്ങൾ അക്ഷയദിനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ നല്ല ദിനം ആർക്കാ ഉണ്ടായിരിക്കണം? അതുപോലെ തന്നെ പരസ്യമിട്ടാൽ പോരെ. ഈ സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നാണ് ഞങ്ങളുടെ ദുഃഖം. ഇപ്പോൾ വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ശബരിമല വിഷയമാണ്. അത് പക്ഷേ ചർച്ചാ വിഷയമാക്കരുത് എന്നൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ നിന്നുണ്ടായി. എന്താണ് താങ്കളുടെ അഭിപ്രായം? എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ പാർട്ടി ഒരു ലൈൻ എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത് അദ്ദേഹം ചെയ്തത് ശരിയാണ്. കാരണം ഇതൊരു ഒന്നുമല്ലെങ്കിൽ ഒരു ഭരണഘടന ബന്ധപ്പെട്ട ഇഷ്യൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയമാണ്, അല്ലെങ്കിൽ ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയം, റിലീജിയസ് ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് രണ്ടും. പക്ഷേ ഇത് രാഷ്ട്രീയ വിഷയമല്ല. രാഷ്ട്രീയ വിഷയം ആക്കിയത് ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. ഇതിൽ പാതിയിലിറങ്ങി ശബരിമലയിൽ ബഹളമുണ്ടാക്കി, കല്ലെറിഞ്ഞ് വാഹനങ്ങളെ തടസ്സം വീഴ്ത്തി, പോലീസുകാരെ ആക്രമിച്ച്, പിന്നെ ഭക്തന്മാരെ തടസ്സം ചെയ്തൊക്കെ ചെയ്തത് എന്തിനാണ്? അവർ ഭരണത്തിൽ ഡൽഹിയിൽ അവർക്ക് അറിയില്ലേ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പരിഹരിക്കാൻ ആകെ 2 വഴിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുക, അതിന് കോൺഗ്രസ് പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലോ പാസ്സാക്കുക, അത് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾക്ക് എണ്ണമില്ല. അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്, അവർ ലോ കൊണ്ടുവന്നു. സെപ്റ്റംബറിലായിരുന്നു സുപ്രീം കോടതി വിധി, ഡിസംബറിൽ വിൻ്റർ സെഷൻ ഉണ്ടായിരുന്നു, ലോ കൊണ്ടുവന്നില്ല. ജാനുവരി അവസാനം മുതൽ ഫെബ്രുവരി അവസാനം വരെ ബഡ്ജറ്റ് സെഷനായിരുന്നു, ലോ കൊണ്ടുവന്നില്ല. പിന്നെ എന്തിനാണ് അവർ ബഹളമുണ്ടാക്കുന്നത്? അവർക്ക് വെറും രാഷ്ട്രീയമല്ലേ വേണ്ടത്? താങ്കൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാടിനോടൊപ്പമല്ലേ? അതായത് ശബരിമല. പക്ഷേ താങ്കളുടെ പുസ്തകമായ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ മോദിയെ നെപ്പോളിയൻ്റെ ആവേശത്തോടൊപ്പം താരതമ്യം ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് റിലീജിയസ് ടോളറൻസ് ഇല്ല എന്നുൾപ്പെടെ താങ്കൾ എഴുതുന്നുണ്ട്. താങ്കളെപ്പോലെ പുരോഗമന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ വിധിക്കൊപ്പം നിന്നില്ല? അല്ല, ഞാൻ ആദ്യം സ്വീകരിച്ച ശേഷം ജനങ്ങളോട് സംസാരിച്ച് മനസ്സിലാക്കിയ ഒരു വേദന. കാരണം മഹിളകളാണ് എന്നോട് പറഞ്ഞത് സമത്വത്തിൻ്റെ പ്രശ്നമല്ല. സമത്വത്തിനെക്കുറിച്ച് എനിക്ക് വേറെ അഭിപ്രായമില്ല, സമത്വം വേണം. ഞാൻ മഹിളകളെ വലിയ ബഹുമാനത്തോട് പറയുന്നു, സമത്വമാണ് ഞങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഭാഗ്യമാണ് അവർ സമത്വം മതി എന്ന് പറയുന്നത്. അവർ ശരിക്ക് പുരുഷന്മാർ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം മഹിളകൾക്ക് ചെയ്യാം, പക്ഷേ അവർക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാം. കുട്ടികളെ പ്രസവിക്കലും നോക്കുന്നതൊക്കെ അവർക്ക് സാധിക്കും, നമ്മൾക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ദേ ആർ ദ സുപ്പീരിയർ ജെൻഡർ. ഈക്വാലിറ്റിയും കൂടി വലിയൊരു കാര്യമാണ്. പക്ഷേ അവരെന്നെ പറയുന്നത് സമത്വത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു പവിത്രതയുടെ ഒരു പ്രശ്നമാണ്. ഒരു പവിത്ര സ്ഥലത്തിൽ ചില നിയമങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, കന്യാകുമാരിയിലൊരു കന്യാഅമ്മാൻ ടെമ്പിളിനല്ല, അതിൻ്റെ അകത്ത് സാങ്ക്ടറിൽ പുരുഷന്മാരെ കയറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ കണ്ണൂരിൽ ഞാൻ കേട്ട് 8 ക്ഷേത്രമുണ്ട്. കണ്ണൂരിൽ, മുഖ്യമന്ത്രിയുടെ സ്വന്തം കണ്ണൂരിൽ 8 ക്ഷേത്രത്തിൽ മഹിള അകത്ത് കയറാൻ സാധിക്കില്ല. അപ്പോൾ ഓരോരോ ക്ഷേത്രത്തിൻ്റെ ഓരോരോ ആചാരമുണ്ട്. അതിൻ്റെ അത് ഭാരതത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി. നിങ്ങൾക്ക് അഥവാ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്, മഹിളകൾക്ക് എല്ലാ പ്രായത്തിനും മഹിളകൾക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ശബരിമലയിൽ ഒരു കഥയും ഒരു ലെജൻഡും ഒരു വിശ്വാസവും ഒരു ആചാരമുള്ള കാരണം ശബരിമലയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് മഹിളകൾ തന്നെ അനുവദിക്കുക. ഒരു മഹിള എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാരണമാണ് നിങ്ങൾ പോകാതിരിക്കുന്നത്. ഇത് മറ്റവർ പറയുന്നു ഞങ്ങൾക്കും പോകാൻ അവകാശം വേണമെന്ന്, അവർ പറയുന്നില്ല ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പോകണം. പക്ഷേ ഇത് ഈ അഭിപ്രായം എതിർത്ത് അനുകൂലിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പുറത്തിറങ്ങിയ സ്ത്രീകളുടെയാണ്. വീടുകളിലിരിക്കുന്ന സ്ത്രീകളുടെ അഭിപ്രായം ഇതായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പലവരോട് സംസാരിച്ച് നോക്കി, വിശ്വാസത്തിനൊപ്പമാണ്. അല്ല, ഞാൻ പറയുന്നു ഇതിൽ എൻ്റെ വിശ്വാസമല്ല പ്രശ്നം, ജനങ്ങളുടെ വിശ്വാസം. ഞാനൊരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്വം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇതിലൊരു വേദന കാണുമ്പോൾ ആ വേദന ഹീൽ ചെയ്യാനാണ് എൻ്റെ അഭിപ്രായത്തിൽ. അഥവാ ഒരു ഭൂരിപക്ഷ ജനങ്ങളുടെ വേറെ അഭിപ്രായം ആണെങ്കിൽ പാർട്ടികൾ അതും കൂടി ആലോചിക്കേണ്ടി വന്നില്ല. നമ്മൾ വെറും അബ്സ്ട്രാക്റ്റ് ലോകത്തിലല്ലല്ലോ പ്രവർത്തിക്കണം. ഇത് വെറും
പിന്നെ ഞങ്ങളൊരു റിലീജിയസ് ബോഡിയല്ല, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ബോഡി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, തിരുവനന്തപുരത്തിൻ്റെ റിലീജിയസ് ഇഷ്യൂ ആണ്. അതിനെ പോളിറ്റിക്സ് കൊണ്ടുവന്നിട്ട് ആക്കിയത് BJP ആണ്. BJP അത് ആ വിഷയത്തിനെ കൊണ്ടുവന്നതിൽ എനിക്ക് എതിർപ്പുള്ളത് മാത്രമാണ്. അവർക്ക് ആ പരിഹാരം കൊണ്ടുവരാൻ സാധിച്ചു. അവർ നാളെ ഇനി കഴിഞ്ഞു പാർലമെൻറ്റ്, പക്ഷേ പാർലമെൻറ്റ് ഉള്ളപ്പോൾ ഉടനെ ഒരു ദിവസത്തിനകത്ത് അവർക്ക് ലോ കൊണ്ടുവരാൻ സാധിക്കും. അമേരിക്കയിൽ ബിൽ ക്ലിൻറ്റൺ എന്ത് ചെയ്തറിയും 93 94 ഇതേപോലൊരു വിഷയം വന്നു. അദ്ദേഹം ഒരു ഫ്രീഡം ഓഫ് റിലിജൻ ആക്ട് പറഞ്ഞ് ലോ പാസ്സാക്കി. ചില വിഷയങ്ങൾ റിലീജിയസ് പ്രാക്ടീസസ് സുപ്രീം കോടതിയുടെ അതീതമാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞ ലോ. അതിന് ഇതുവരെ ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം BJPക്ക് അങ്ങനെ താല്പര്യമുണ്ട്, അവർക്ക് ഓർഡിനൻസ് നിസ്സാരമായിട്ട് കൊണ്ടുവരാമായിരുന്നു, അവരത് ചെയ്തില്ല. കാരണം അവർക്ക് ശരിക്കും ഒരു പരിഹാരം വേണ്ട. അവർക്ക് വേണ്ടത് ബഹളമാണ്. അവർക്ക് ജനം TV-യിൽ പിന്നെ ചിത്രം കാണിക്കാനാണ് ഇഷ്ടം. അവർക്ക് വേറെ പിന്നെ ഈ ജനങ്ങളുടെ വിശ്വാസികളുടെ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ ഒരു ആവശ്യം വേണ്ട. ഇപ്പോൾ MP എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് ഒട്ടേറെ വികസന പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തങ്ങൾ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല. ഇപ്പോൾ അത് സ്വകാര്യവൽക്കരിക്കാൻ നീക്കമുണ്ട്. സ്വകാര്യവൽക്കരണം നടന്നു കഴിഞ്ഞാൽ യൂസർ ഫീ അടക്കം ഒഴിവാകുമെന്നും അവിടെ ഒരുപാട് വികസനം വരുമെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ താങ്കളുടെ നിലപാട്? ആദ്യത്തെ 9 വർഷം നല്ലോണം പുരോഗതി ഉണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോട് പറയട്ടെ, ഞാനാണ് ചില മുമ്പ് ഉണ്ടാവാത്ത ഫ്ലൈറ്റിനെ കൊണ്ടുവന്നത്. ഒരു കാലത്ത് ചില ഫ്ലൈറ്റ്സ് അനാവശ്യമായിട്ട് ക്യാൻസലായിപ്പോയി. ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ബഹ്റൈനിൽ താമസിക്കുന്ന മലയാളികൾ എപ്പോഴും പറയും, എപ്പോഴും ഫുള്ളായി നടക്കേണ്ടതെന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ എന്തിനാണ് അടച്ചതെന്ന്. എനിക്കും ആ ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പരാതി പറഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം പറയും ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ വന്നു, ഇൻഡിഗോയുടെ വന്നു, പല മാറ്റങ്ങൾ വന്നു. പക്ഷേ ഈ ലാസ്റ്റ് വർഷത്തിൽ കണക്ടിവിറ്റി താണുപോയി. ആക്ച്വലി ഇന്ത്യയിലത്തെ ഒരു എയർപോർട്ടുകളിൽ ഇത്ര മോശം സ്ഥിതിയിൽ ഫ്ലൈറ്റ് കണക്ടിവിറ്റി അത് നമ്മളുടെയാണ്. കാരണം ജെറ്റ് എയർവേസ് പൊളിഞ്ഞു പോയി. അപ്പോൾ അവിടെ കുറേ ഫ്ലൈറ്റ്സ് ക്യാൻസലായി. സ്പൈസ് ജെറ്റിന് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അവർ കുറേ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തു. ഇനി പുതിയ എയർക്രാഫ്റ്റ് വാങ്ങിയ വരുന്നു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ CEO-നെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ശ്രീ അജയ് സിംഗിൻ്റെ ഒപ്പം. സിൽക്ക് എയർലൈനെ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ ഫ്ലൈറ്റ്സ് പോയി. ഫ്ലൈ ദുബായ് പിന്നെ എമിറേറ്റ്സുകാർ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് എമിറേറ്റ്സും കോഴിക്കോടിലേക്ക് ഫ്ലൈ ദുബായ് മതി, രണ്ടും കൂടി എന്തിന് ട്രിവാൻഡ്രത്ത് വരണം പറഞ്ഞാൽ അവർ തീരുമാനം. ഓരോരോ തീരുമാനം എടുക്കുന്നത് വേറെ കാര്യമുണ്ട്. പിന്നെ എല്ലാം വെച്ച് ദുർഭാഗ്യം ഇപ്പോൾ വന്നത് ഇൻഡിഗോ, നല്ല സ്ഥിതിയിൽ നഷ്ടം സഹിക്കാത്ത ഇൻഡിഗോ, അവർക്ക് പൈലറ്റ് ഷോർട്ടേജ്. അപ്പോൾ April 1 വരെ ഒരു 600 ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്തു. അതിൽ ചില ട്രിവാൻഡ്രം ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഈ സ്ഥിതിയിൽ എനിക്ക് എന്താ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? ഞാനാണ്, നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് വികസനത്തിന് വേണ്ടിയിട്ട് പല കമ്പനിയോട് സംസാരിച്ചിട്ട് മൂവ് ടു ട്രിവാൻഡ്രം പറഞ്ഞൊരു സോഷ്യൽ ഹാഷ്ടാഗും കൂടി വെച്ചിട്ട് ഇവിടെ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാനാണ് ഓറക്കിളിനോട് ആദ്യം വീഡിയോ കോൺഫറൻസ് ചെയ്ത് സംസാരിച്ച് അവരിവിടെ കൊണ്ടുവന്നത്. ഏൺസ്റ്റ് & യങ് അവർ ചെറിയ സ്ഥാപനത്തെ അടയ്ക്കാൻ പോകുമ്പോൾ ഞാനാണ് അവരുടെ അമേരിക്കൻ ചീഫ്സിനെ കണ്ടിട്ട് അടയ്ക്കരുത് കഴിഞ്ഞിട്ടില്ല കൊണ്ടുവന്നത്. നിസാനിൻ്റെ ഒപ്പം ആദ്യം വീഡിയോ കോൺഫറൻസ് നടത്തിയത് ഞാനാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്താണ്, അവരെ ഇവിടെ കൊണ്ടുവരാൻ. അതുപോലെ കമ്പനീസോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അവർ തിരിഞ്ഞു ചൂണ്ടിക്കാണിക്കുന്നു, ഫ്ലൈറ്റ്സ് ഇല്ലാത്ത സ്ഥലത്തിൽ ഞങ്ങൾ എങ്ങനെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം തന്നത്. ടെക് മഹീന്ദ്രയുടെ CEO CP ഗുർനാനിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് താജ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അദ്ദേഹം ശരി ഞാൻ ട്രിവാൻഡ്രത്ത് വരാൻ 99% തയ്യാറായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ്സ് ഇല്ലാതെയാണ് അവർ ഒരു ബുദ്ധിമുട്ടായി ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾക്ക് വന്നാലും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നാണ് ഇത് പറയണം. അപ്പോൾ നമ്മൾക്ക് തിരുവനന്തപുരം എയർപോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആവശ്യമുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് അവരാരുടെയും ഈ എയർപോർട്ട് വിൽക്കുന്നില്ല ആർക്കും. എയർപോർട്ട് വിറ്റു എന്നത് ശരിയല്ല. വെറും ഓപ്പറേറ്ററും ഡെവലപ്പറുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ടെൻഡർ ഇറക്കി. ഞാൻ പറയട്ടെ, ഈ പ്രൈവറ്റൈസേഷൻ തീരുമാനം എടുത്ത ഞാനല്ല, BJP ആണ്. ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഞാനല്ല, CPM സർക്കാരാണ്. അപ്പോൾ എങ്ങനെ ഞാൻ എല്ലാറ്റിനും ഉത്തരവാദിത്തമായത്? ഞാനിപ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടിട്ട് അതിനെ ഞാൻ പരിഹരിക്കാൻ നോക്കുകയാണ്. യാഥാർത്ഥ്യമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പങ്കെടുത്തു. ഇപ്പോൾ അവർ തോറ്റ ശേഷം ഈ റൂൾസ് ശരിയല്ല എന്ന് പറയുന്നു. അത് അർത്ഥമില്ല. ബിഡിൽ പങ്കെടുത്തിട്ട് പിന്നെ മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ പൊസിഷൻ വീക്കാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനം ഞങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരുന്നില്ല, അവർ എടുത്ത് തീരുമാനിച്ച് പ്രൈവറ്റൈസേഷനാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ സഹകരിക്കില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ തിരുവനന്തപുരത്ത് പ്രതിനിധിയായിട്ട് എനിക്ക് ഇവിടെ സഹകരണം വേണം, ഇവിടെ വികസനം വേണം. ആര് വന്നാലും നാളെ അഡാനിയെ മാറ്റിക്കോളൂ, രവി പിള്ളയെ കൊണ്ടുവന്നോളൂ, യൂസുഫ് അലിയെ കൊണ്ടുവന്നോളൂ, പല പ്രശ്നം. ഒരാൾ ടെൻഡർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നന്നാക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം വികസിക്കണം അത്യാവശ്യമായിട്ട്. കാരണം ഇവിടെ ഫ്ലൈറ്റ്സ് വന്നുകൊണ്ടിരുന്നാലേ നമ്മുടെ നഗരത്തിൻ്റെ വികസനം കൂടുള്ളൂ.
ഞാൻ പറഞ്ഞ ചില കമ്പനീസോട് വീണ്ടും വന്ന് അവർ ശക്തി കൂടിയാൽ ഓരോരോ കമ്പനീസ് ഇവിടെ സ്ഥാപിച്ചാൽ എന്ത് പറ്റും? അവരിവിടെ പണം ചിലവാക്കും, അവർ വീട് വാടക എടുക്കും, അവർ റെസ്റ്റോറൻറ്റ് ആഹാരം കഴിക്കും, കുപ്പായം മേടിക്കും, ടാക്സി എടുക്കും, പെട്രോൾ മേടിക്കും. ഇതെല്ലാം നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വികസനമാണ് നന്നാവാൻ പോകുന്നത്. അതിനാണ് ഞാൻ ഫ്ലൈറ്റ്സിനും എയർപോർട്ടിൻ്റെയും വികസനത്തിന് വേണ്ടി സംഘർഷിക്കുന്നത്. ഇതുവരെ ഞാൻ എത്ര എം പിമാരാണ് എല്ലാ എയർലൈൻ കമ്പനിയുടെ സിഇഒനെ കണ്ട് സംസാരിച്ചിരിക്കുന്നത് ഞാനാണ്. ഞാൻ എയർ ഇന്ത്യ മാത്രമല്ല, മന്ത്രിമാർക്ക് എഴുതിയത് മാത്രമല്ല, ഞാൻ എല്ലാ സിഇഒ ഇൻഡിഗോടെ കണ്ടിട്ടുണ്ട്, സ്പൈസ് ജെറ്റിനെ കണ്ടിട്ടുണ്ട്, വിസ്താരയ്ക്ക് ഞാൻ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ആളോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരത്തിൽ ഫ്ലൈറ്റ്സ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത് എല്ലാവരോടും, ഇൻഡിഗോ എല്ലാം. അപ്പോൾ അതെല്ലാം ചെയ്ത ശേഷം നമ്മൾക്ക് ഒരു ഫെസിലിറ്റി കൊടുക്കണം. കേരള സംസ്ഥാനം 4 കേരള എയർപോർട്ടിനെ ഒന്നായി കാണും. അത് അവർ തെറ്റല്ല, അവർ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ കരിപ്പൂരും കൊച്ചിയും കണ്ണൂരും ഒക്കെ അവർക്ക് തിരുവനന്തപുരം പോലെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പ്രതിനിധിയാണ്, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല. തിരുവനന്തപുരത്ത് പ്രതിനിധിയായിട്ട് എനിക്ക് ഇവിടുത്തെ വികസനമാണ് കാണേണ്ടത്. ആ നിലയ്ക്ക് തിരുവനന്തപുരം വികസിക്കാൻ വേണ്ടി സ്വകാര്യവൽക്കരിച്ചാലും തെറ്റില്ല. അത് അവസാനമായിട്ടൊരു പക്ഷേ ആ തെറ്റില്ല എന്ന് പറയണത് ഉടനെ അവർ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യണത്, നമ്മൾ എന്തുകൊണ്ട് ആ എക്സിസ്റ്റിംഗ് നിലനിൽപ്പിൽ നന്നാക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതെല്ലാം യാഥാർത്ഥ്യമായിപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ടെൻഡർ ഇറക്കി കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞു, അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി എന്തിനും തർക്കത്തിൽ നിൽക്കണം, വികസനത്തിന് വേണ്ടി നിൽക്കാം. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് താങ്കൾക്ക് ഒരു വിന്നിംഗ് മെജോറിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്തവണ സ്ഥിതി എങ്ങനെ ആയിരിക്കും? ഈ തവണ സ്ഥിതി എനിക്ക് എല്ലാ 7 എണ്ണത്തിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 5 ഉറപ്പായി കാണുന്നു ഞാൻ. കാരണം കഴിഞ്ഞ തവണ സംഭവിച്ച പല വിഷയങ്ങൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ഇറങ്ങുന്നില്ലെങ്കിലും ഒരു മോദി വേവും ഉണ്ടായിരുന്നു. മോദി വിറ്റ സ്വപ്നം കണ്ട പലവരും BJPക്ക് വേണ്ടി വോട്ട് ചെയ്തവർ ഈ തവണ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്കറിയാം മോദിയല്ല അദ്ദേഹം ഈ പരസ്യത്തിൽ കാണിക്കുന്ന മോദിയല്ല നമ്മൾ 5 വർഷം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത 5 വർഷം അവർക്ക് 2ാം അവസരം കൊടുക്കണമെന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ മോദിക്ക് വേണ്ടി വോട്ട് ചെയ്ത പല മലയാളികൾ ഈ തവണ വോട്ട് ചെയ്യില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട്. നഗരത്തിലത്തെ നമ്മൾ താങ്കൾ കാണുന്ന 4 പ്രിഡോമിനൻ്റ്ലി urban കൺസ്റ്റിറ്റ്യുവൻസീസും 3 പ്രിഡോമിനൻ്റ്ലി റൂറലുമാണ്. അതിൽ ഞാൻ 3 റൂറലാണ് ജയിച്ചത് കഴിഞ്ഞ തവണ. ഈ തവണ ഈ ഏർബനിലും ഞാൻ അറ്റ്ലീസ്റ്റ് 2 എണ്ണം അല്ലെങ്കിൽ എല്ലാ 4ഉം ജയിക്കാനുള്ള സാധ്യത. ഒരു കുസൃതി ചോദ്യമാണ് ഇത്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളിൽ താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ഒരുപാട് യുവാക്കൾ ആവശ്യപ്പെടുന്നു. പ്രതികരിക്കുന്നുണ്ടോ? അത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനെ സീരിയസ് ആയി എടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിക്കും അനാവശ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വപ്നവുമില്ല, ഒരു ആവശ്യവുമില്ല. ഞാൻ ആദ്യം എൻ്റെ സീറ്റ് ജയിച്ചത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് വലിയൊരു അഭിമാനമായിരിക്കും. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു MP സ്വതന്ത്ര ദിന ശേഷം 3 പ്രാവശ്യം ജയിക്കുക, അത് ശ്രീ ചാൾസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 2 ടേം ചുരുങ്ങി പോയപ്പോൾ അദ്ദേഹത്തിന് 10 വർഷമേ കിട്ടിയുള്ളൂ MP ആയിട്ട്. എനിക്കൊരു 11ാമത്തെ വർഷത്തിൽ കയറുമ്പോൾ ഞാൻ വലിയൊരു അഭിമാനമായി കാണുന്നു. ഈ നഗരത്തിൻ്റെ ജനങ്ങൾക്ക് എനിക്ക് അത്ര വിശ്വാസം തന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഭാരതത്തെക്കുറിച്ചും ലോകത്തിനെക്കുറിച്ചും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, ചില ഐഡിയാസുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യും. പക്ഷേ ആദ്യത്തെ ഉത്തരവാദിത്വം എൻ്റെ കർമ്മഭൂമി തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ്. അതിന് മാത്രമേ ഞാനിപ്പോൾ വോട്ട് ചോദിക്കുന്നുള്ളൂ. വേറെ ഒരു സ്ഥാനവും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾ നടക്കട്ടെ. എല്ലാ വിജയാശംസകളും. താങ്ക് യു രാജേഷ്.